നിങ്ങൾ കേട്ട് കാണും, മലയാളത്തിലൊക്കെ വലിയ വാർത്തയായിരുന്നു. കൊളംബിയ, അവിടേക്ക് ഈ പറയുന്ന അവിടെ വന്ന് ഇല്ലീഗൽ ഇമിഗ്രൻസ്, ഈ കൊളംബിയയിലോട്ട് ഇല്ലീഗൽ ഇമിഗ്രൻസ് എന്ന് പറയുന്നത് എല്ലാവരും 80 പേരെന്ന് പറയുന്നത് മുഴുവനും അവിടെ ജയിലിൽ കിടക്കുന്നവരാണ്. അതായത് ഡ്രഗ് കേസും അതിൻ്റെ റാക്കറ്റും സംഭവം കൊളംബിയ ലോക പ്രശസ്തമാണ്. അപ്പോൾ അമേരിക്കയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡ്രഗിൻ്റെ റാക്കറ്റ് കൈകാര്യം ചെയ്യുന്ന കൊളംബിയയും മെക്സിക്കോയിലുള്ള ആൾക്കാരാണ്. അത് ലോകത്തെല്ലാവർക്കും അറിയാം. അതിൻ്റെ വലിയ റാക്കറ്റ് കേന്ദ്രമാണിത്. അപ്പം ട്രംപ് ഒരു ഇത് ചെയ്തിരുന്നു, ഈ ആൾക്കാരെ തിരിച്ചുവിടും. അപ്പം ആദ്യമായിട്ട് ട്രംപ് ചെയ്ത പരിപാടി, കാരണം ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഈ സാധാരണ എല്ലാ ആൾക്കാരെയും പറഞ്ഞു വിടുമെന്ന് വെറുതെ പറയുന്നേ ഉള്ളൂ. അപ്പം ആദ്യം ഇവർ ശ്രമിക്കുന്നത് ഈ അമേരിക്കയിൽ ജയിലിൽ കിടക്കുന്ന ഇല്ലീഗൽ ഇമിഗ്രൻസ് ഉണ്ട്, അപ്പം അവരെ ആദ്യം കാലി ചെയ്യുക എന്നുള്ളതാണ് ട്രംപിൻ്റെ ഒരു പോളിസി. അതിൻ്റെ ഭാഗമായിട്ട് അമേരിക്കൻ എയർഫോഴ്സിൻ്റെ വിമാനം ഏകദേശം 80 പേരെ ജയിലിൽ നിന്നും ഈ വിമാനത്തിൽ, ഹർക്കുലീസ് വിമാനത്തിൽ നേരെ കൊളംബിയയിലോട്ട് വിട്ടു. ആ സമയത്ത് കൊളംബിയൻ പ്രസിഡന്റ് ഇടപെടുന്നു, വലിയ വാചകടിക്കുന്നു, ഇമ്പീരിയലിസം, മാട കോട തേങ്ങ കോടം ചക്രം, ഞങ്ങൾ ഒരു പുല്ലും ചെയ്യത്തില്ല, ഞങ്ങൾ പൂർണ്ണമായിട്ട് ത്യജിക്കുന്നു. കാരണം ഇയാൾ നേരത്തെ അവിടുത്തെ ഗറില്ല ലെഫ്റ്റ് വാർഫെയറിൻ്റെ ലീഡറായിരുന്നു. 2022 ഇദ്ദേഹം അധികാരത്തിൽ വരുന്ന പെട്രോ ഗുസ്റ്റേവ് എന്ന് പറയുന്നയാൾ. പിന്നെയാണ് തമാശ ഉണ്ടായത്. ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ആദ്യത്തെ സംഭവം കൊടുത്തത് 50% ടാരിഫ്. നിങ്ങൾ മനസ്സിലാക്കണം, കൊളംബിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു, അവിടുന്ന് കൊളംബിയയിൽ നിന്ന് ഓയിലൊക്കെ വരുന്നുണ്ട്, ക്രൂഡൊക്കെ അമേരിക്ക വരുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ അമേരിക്കൻസ്, അവർക്ക് ഏറ്റവും താല്പര്യമുള്ള കോഫിയാണ്, ചായയല്ല. ഈ കൊളംബിയൻ കോഫിയാണ് അമേരിക്കയുടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത്. കൊളംബിയൻ കോഫിയാണ്. കൊളംബിയൻ കോഫി ലോകത്തിലെ ഏറ്റവും നല്ലതാണ്. അപ്പം ഇന്ത്യൻ കോഫിയുമായിട്ട്, അതായത് കൂർഗ് കോഫിയുമായിട്ട് ഗ്ലോബൽ മാർക്കറ്റിൽ ഫൈറ്റ് ചെയ്യുന്നത് കൊളംബിയൻ കോഫിയാണ്. അതായത് ഏകദേശം 2-2.5 ലക്ഷം പേര് ഈ കൊളംബിയൻ കോഫിയുമായിട്ട് ഫാമിങ്ങിലും അത് നടത്തുന്ന ആൾക്കാരുണ്ട്. അമേരിക്ക 50% ടാരിഫ് ഏർപ്പെടുത്തുമെന്ന് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ കൊളംബിയ ശരിക്കും ഭയന്നു പോയി. രണ്ടാമത്, അമേരിക്ക വിസ കൊടുക്കുന്ന ഓഫീസുണ്ട് കൊളംബിയയിൽ, അതങ്ങ് നിർത്തലാക്കി. പിന്നീട് എന്തൊക്കെ ആക്ടിവിറ്റീസാണ് കൊളംബിയയിൽ നടക്കുന്നത് അതും അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. പേടിച്ചു പോയി. ഏകദേശം 2.5-3 ലക്ഷം കൊളംബിയയിൽ ഈ ജോലി ചെയ്യുന്ന കോഫി എസ്റ്റേറ്റ് കംപ്ലീറ്റ് പൂട്ടേണ്ടി വരും. കാരണം ഇന്ത്യൻ കോഫിക്ക് ഡിമാൻഡ് കയറും, അതായത് കൂർഗ് കോഫിയുടെ ഡിമാൻഡ് കയറും. അതോടുകൂടി കൊളംബിയയിൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതിൻ്റെ എക്കോണമി മനസ്സിലാക്കണം. കൊളംബിയയിൽ എല്ലാ വർഷവും അമേരിക്കയിലോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നത് $14.4 ബില്യൺ. അതായത് കൊളംബിയ ലോകത്ത് കയറ്റുമതി ചെയ്യുന്നതിൻ്റെ 26% അമേരിക്കയിലോട്ടാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. അത് ഓരോ സംഭവങ്ങൾ ഓരോന്ന് മനസ്സിലാക്കണം. അത് എന്നിട്ടാണ് ചിന്തിക്കേണ്ടത്. ഇപ്പം കേരളത്തിലെ മീഡിയ ഒക്കെ കൊളംബിയ തിരിച്ചടിച്ചു, അത് ചെയ്തു, ഇത് ചെയ്തു. അപ്പം ജിയോ പൊളിറ്റിക്സിനെ പറ്റിയും ലോകത്തിലെ ഓരോ രാജ്യങ്ങളിലെ എക്കോണമി എവിടൊക്കെയാണ് അമേരിക്ക കയറി പിടിക്കുന്നത് എന്നറിയാവുന്നവർക്കറിയാം ഒരു പോലും നടക്കാൻ പോകുന്നില്ലെന്ന്. അതേപോലെയാണ് കൊളംബിയൻ പ്രസിഡന്റ് പറഞ്ഞ് അമേരിക്കൻ ഇമ്പീരിയലിസം ഞങ്ങൾ തുലയ്ക്കും. കാരണം ഇയാൾ ഫാർ ലെഫ്റ്റിൻ്റെ നേതാവാണ്. അപ്പോൾ അവിടുത്തെ അമേരിക്ക തിരിച്ചടിക്കുന്നു. മനസ്സിലാക്കുക, അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തെ ലോകത്തൊരു രാജ്യത്തിനും തിരിച്ചടിക്കാൻ പറ്റത്തില്ല. കാരണം ഒന്നാമത്, സാമ്പത്തികമായിട്ട് ഉന്നതിയിൽ നിൽക്കുന്ന രാജ്യം. ലോകത്തെല്ലാ രാജ്യങ്ങളും അമേരിക്കയിലൂടെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ രാജ്യങ്ങളെല്ലാം അതിൻ്റെ മേജർ എക്കോണമി, അതായത് ട്രേഡ് പാർട്ട്ണർ ഇന്ത്യ ഉൾപ്പെടെ അമേരിക്കയാണ്. ഈ 50% ടാരിഫ് അല്ലെങ്കിൽ 20% ടാരിഫ് എന്നൊക്കെ പറയുന്ന സിമ്പിൾ കാര്യമൊന്നുമല്ല. അതോടുകൂടി പുല്ലും അവിടുന്ന് അങ്ങോട്ട് കയറ്റുമതി ചെയ്യാൻ പറ്റാതായിപ്പോൾ. ഇതാണ് റിയാലിറ്റി, ഗ്രൗണ്ട് റിയാലിറ്റി. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു എന്താണ് ബംഗ്ലാദേശിനെതിരെ ചെയ്തത്. അവിടുത്തെ അമേരിക്കൻ എയ്ഡങ്ങ് നിർത്തി. ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ അമേരിക്കൻ എയ്ഡ് കൊടുക്കുന്നത് ബംഗ്ലാദേശിന്. അതുമായിട്ട് നിർത്തിക്കഴിഞ്ഞാൽ ആ കർഷകൻ എന്ത് ചെയ്തു? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഏകദേശം 6 ലക്ഷം കർഷകരുണ്ട്. അപ്പോൾ ചില ആൾക്കാർ ചോദിച്ചതിന് വീഡിയോ ഒക്കെ താഴെ, അവിടെ കൃഷി ചെയ്യുന്ന കർഷകർ 6 ലക്ഷം. അമേരിക്ക പണം തന്നില്ലെങ്കിൽ ഒരു പുല്ലും ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് ആദ്യം മനസ്സിലാക്കുക. നമ്മൾ ഇന്ത്യ ഗവൺമെൻറ് ഈ കർഷകർക്ക് സബ്സിഡി കൊടുക്കുന്നുണ്ട്. അവർ
പിന്നെ കർഷകരുടെ വളം അങ്ങനെയുള്ള സബ്സിഡി കൊടുക്കുന്നുണ്ട്. ഈ സബ്സിഡി കൊടുത്തില്ല എങ്കിൽ കർഷകൻ ഈ സാധനം ഉൽപ്പാദിപ്പിച്ച ശേഷം മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുന്നത് സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റത്തില്ല. ആ റേറ്റ് അനുസരിച്ച് വാങ്ങാൻ പറ്റത്തില്ല, സാധനവും വേസ്റ്റായി പോകും. ഇവിടെയാണ് അമേരിക്ക ഇന്റർവീൻ ചെയ്യുന്നത്. ഇതാണ് ബേസിക്കലി മനസ്സിലാക്കേണ്ടത്. കുറച്ചൊക്കെ എക്കോണമി മനസ്സിലാക്കുന്നവർക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് തന്നെയാണ് ഇവിടെ ഉണ്ടായത്. ഇവിടെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ആദ്യം ഇന്ത്യൻ കോഫി എക്സ്പോർട്ടേഴ്സ് ഭയങ്കര സന്തോഷമായി. കാരണം കൊളംബിയൻ കോഫി 50% ടാരിഫ് അടിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് പ്ലേസിൽ ഇന്ത്യൻ കോഫിയാണ് കയറി വരുന്നത്. കൂർഗ് കോഫി കയറി വരും, കൂർഗ് ചിക്കമംഗളൂർ കോഫി കയറി വരും. ഇത് ബേസിക്കലി ആ സന്തോഷം പെട്ടെന്ന് ഈ കൊളംബിയൻ പ്രസിഡന്റിന്റെ സംഭവം അറിയാം. പെട്ടെന്ന് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് ഉപയോഗിക്കുന്ന ഫ്ലൈറ്റ് അങ്ങോട്ട് വിടാം, അവരെ അതിൽ കൊണ്ടുവരട്ടെ. അതായത് അമേരിക്ക പറഞ്ഞ കംപ്ലീറ്റ് ഡിമാൻഡ് അംഗീകരിച്ചു. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ ഈ അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തിനോടൊന്നും ഈ ഒരു രാജ്യങ്ങൾക്കൊന്നും കളിച്ചാൽ നിൽക്കാം, ഇൻക്ലൂഡിങ് ചൈനയ്ക്ക് പോലും തൊടാൻ പറ്റുന്നില്ല. അതാണ് ആ രാജ്യത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത്. അതിനെപ്പറ്റി, അതിൻ്റെ എക്കോണമിയെ പറ്റിയും അതെങ്ങനെയാണ് ജിയോ പൊളിറ്റിക്സിൽ ഓരോരുത്തും നിലനിർത്തിക്കൊണ്ട് പോരുന്നത്, അത് പഠിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ. ചില ആൾക്കാർ പൊതു ഈ ചൈന എന്ന് പറഞ്ഞ രാജ്യമൊക്കെ ഈ അടുത്ത കാലത്തായി വരുന്നത്. അവരെ ഒന്നും ഈ ലോകത്തിലെ പല രാജ്യങ്ങളും ഇന്നും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അവർക്കൊന്നും അമേരിക്ക കൊടുക്കുന്ന പോലെ സസ്റ്റെയിൻ ചെയ്തൊരു ലോങ് ടേം ആയിട്ടുള്ള സപ്പോർട്ടൊന്നും ചൈനയൊന്നും ലൈഫിൽ ഒരു രാജ്യത്തിനും കൊടുത്തിട്ടില്ല, കൊടുക്കാനും പോകുന്നില്ല. ഇപ്പോൾ കൊടുത്ത രാജ്യങ്ങളൊന്ന് ശ്രീലങ്ക, മറ്റൊന്ന് പല രാജ്യങ്ങളുണ്ട്, ഉഗാണ്ട, ആഫ്രിക്കൻ രാജ്യങ്ങൾ, അവിടൊക്കെ കുളമായിപ്പോയി. എൻ്റെ കാര്യം എന്ത്? കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവർ ചെയ്യുന്നതിൻ്റെ അകത്ത് ലക്ഷ്യബോധമില്ല. അമേരിക്ക അത് വെൽ സ്റ്റഡീഡാണ്. ഓരോ രാജ്യത്തെ എങ്ങനെ ആ രാജ്യത്തിൻ്റെ എക്കോണമി നിലനിർത്തണം, അത് എത്ര % അമേരിക്ക ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യും, അതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്കെത്ര സബ്സിഡി കൊടുക്കണം, അവർക്കെത്ര US എയ്ഡ് കൊടുക്കണം, ഇതൊക്കെ വളരെ വെൽ കാൽക്കുലേറ്റഡ് ആണ്. ഇതൊന്നും ഈ പറയുന്ന ചൈനയ്ക്കോ ഈ പറയുന്ന ഖത്തർ ഫാൻസ്, അപ്പോൾ ചില ആൾക്കാർ ഖത്തറിൻ്റെ കയ്യിലൊക്കെ അമേരിക്ക ഇപ്പം ബംഗ്ലാദേശിൽ കൊടുക്കുന്നുണ്ട്. എല്ലാ വർഷവും 3000 കോടിക്ക് മുകളിലാണ് കൊടുക്കുന്നത്. ഈ ഖത്തർ എന്ന് പറഞ്ഞയാൾക്ക് എല്ലാ വർഷവും 3000 കോടിക്ക് മുകളിലും. അത് ഇന്ത്യൻ കറൻസിയുടെ കാര്യമാണ് പറയുന്നത്. അതേപോലെ തന്നെ ഈ ഒറിയൻ ഈ മുസ്ലിങ്ങൾക്ക് 1.2 ബില്യൺ കൊടുക്കാൻ ഈ ഖത്തർ എന്ന് പറയുന്ന രാജ്യത്തെ കൊണ്ട് കഴിയുമോ? ഈ പൊട്ടത്തരം മാറിയൊരു സംഭവം. അവിടെയാണ് അമേരിക്ക ലോക പോലീസിൽ നിന്നും ഗ്ലോബൽ എക്കോണമി കൺട്രോൾ ചെയ്യുന്നതിന് പറയുന്നതിന് കാര്യം ഇത്. അല്ല വെറുതെ പറയുന്ന സംഭവമൊന്നുമല്ല. ഇതിന് ബേസ് ഉണ്ട്. എന്താ റീസൺ? അതുപോലെ എല്ലാ രാജ്യത്തിനും അമേരിക്ക ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തേ മതി. നിങ്ങളത് ഇമ്പീരിയലിസം ആടാകോടെ എന്നൊക്കെ പറയുമ്പോഴും അതിനകത്തൊരു പ്രധാനപ്പെട്ട സംഭവമുണ്ട്. എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് ഈ പറയുന്ന ബംഗ്ലാദേശ് ഇത്രയും പ്രശ്നമുണ്ടായിട്ട് ഒന്നും ചെയ്യാൻ പറ്റായിരുന്നേ? എന്താ റീസൺ? എന്താ നിങ്ങൾക്കറിയാം എന്താ കാര്യം? ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകും. ഇവിടെ അമേരിക്ക കയറി ഇടപെട്ട് കഴിഞ്ഞപ്പോൾ സംഭവത്തിൻ്റെ പിച്ചങ്ങ് മാറി. ഇതേ ഉള്ളൂ. അതാണ് ലോക പോലീസ് എന്ന് പറയുന്നതിൻ്റെ രീതി. അതാണ്. അപ്പം അവിടെ എപ്പോഴും വെപ്പൺസും വാറും സൈനികരെയും ബേസും എന്നല്ലോ ഉപയോഗിക്കുന്നത്. വളരെ ഷൂഡായിട്ട് ആലോചിച്ച് അങ്ങ് തീരുമാനിക്കും. ഇപ്പം 2 ദിവസം കഴിയുമ്പോഴത്തെ ഈ പറയുന്ന ബംഗ്ലാദേശ് അമേരിക്കയുടെ പോയി കാലേ പിടിക്കും, ഇന്ത്യയുടെ വന്ന് കാലേ പിടിക്കും, ഇന്ത്യയോട് കുറേ റെക്കമെൻഡ് ചെയ്യാൻ, ഇത് മാറ്റാൻ വേണ്ടി. ഇതാണ് റിയാലിറ്റി. ഇത് തന്നെയാണ് കൊളംബിയയിൽ സംഭവിച്ചത്. അതായത് പല പത്രങ്ങളും പല യൂട്യൂബ് ചാനലൊക്കെ വെറുതെ വിടുവാത്തരം പറയുക, കാര്യങ്ങളെപ്പറ്റി ഒന്നും പഠിക്കാതെ. അതുകൊണ്ടാണ് അമേരിക്ക പവർഫുൾ നേഷൻ ഇൻ ദ വേൾഡ് എന്ന സംഭവം പറയുന്ന കാര്യം. അത് അവനാണ് കൺട്രോൾ ചെയ്യുന്ന ലോകത്തെ, സംശയമില്ലാത്ത കാര്യം. ഓരോ ഇൻസിഡൻറ്റും നിങ്ങളെടുത്ത് നോക്കുക. ഇപ്പം അമേരിക്കയ്ക്ക് ഒരു കഴിവുള്ള ഒരു പ്രസിഡന്റിനെ കിട്ടി, അയാൾക്ക് ഇത് ഹാൻഡിൽ ചെയ്യാനറിയാം. അതാണ് ഈ കൊളംബിയയിലാണെങ്കിലും ബംഗ്ലാദേശിലാണെങ്കിലും മറ്റു പല രാജ്യത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.